എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും വായിക്കുന്ന സമയത്ത് ശരിക്കും ഇന്ദുമേനോൻ്റെ എഴുത്തുകളെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് വായിച്ച ശേഷം എനിക്ക് കുറച്ച് ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണകൾ ഞാൻ പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ചോദ്യരൂപേണ ഇന്ദുവിനോട് തന്നെ ചോദിക്കാം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ദുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരമൊരു തുറന്നെഴുത്ത്, ഇപ്പോൾ പുരുഷന്മാർ നടത്തുന്ന ഒരു തുറന്നെഴുത്താണ് ഒരു സ്ത്രീ എഴുത്തുകാരി നടത്തിയിരിക്കുന്നത്. അതിലൊരു പെണ്ണെഴുത്തെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ വായിച്ചേക്കണേ, ഒരാൾ എഴുതുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ വായിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പല സ്റ്റേജസിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, പെണ്ണിനെ ഉടലിനെയൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ മുൻപേ വായിച്ചിട്ടുള്ളതാണ്, ഒരു പെണ്ണെഴുത്തിൻ്റെ ഭാഗമായിട്ട് വായിച്ചിട്ടുള്ളതല്ല. ശരിക്കും ഇന്ദു ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നിരന്തരം തുറന്നെഴുതി തെറി വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടെ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുമെന്നാണ് ഞാൻ കരുതുന്നത്. ചീത്തകളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്, അത് ശരിയാണ്. പക്ഷേ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന സംജ്ഞയിലുമല്ല ഞാൻ എഴുതുന്നതെന്നും എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞാൻ ഗർഭപാത്രം കൊണ്ടല്ല എഴുതുന്നത്, ഗർഭപാത്രം ഉള്ളതുകൊണ്ടല്ല ഞാൻ എഴുതുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ വായനക്കാരാണെങ്കിലും കേരളത്തിൻ്റെ ലോകമാണെങ്കിലും നമ്മളെ കാണുന്നത് ഒരു പെണ്ണായിട്ടാണ്. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ എഴുത്തുകാരനാണെന്നോ എഴുത്തുകാരിയായിട്ടാണെന്നുള്ള ഐഡൻറ്റിറ്റിയോ സ്വത്തുമോ അല്ല ആദ്യം മുന്നോട്ട് വരുന്നത്. ഇവർ ഒരു സ്ത്രീയാണ്, ഇവരൊരു പെണ്ണാണ്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്നുള്ളതാണ് അവരുടെ വിഷയം. അതുകൊണ്ടാണ് അവരെ അത് ശോഭിപ്പിക്കുന്നത്, അവരെ ക്ഷുഭിതരാക്കുന്നത്. പിന്നെ എടുക്കുന്ന നിലപാട് ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലും സ്ത്രീകളെ ഉപദ്രവിച്ചാലൊക്കെ ഞാൻ ഭയങ്കര ഹാർഷായിട്ടാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്. അതും വേണ്ട പോലെ തെറി വാങ്ങിച്ച് തരുന്നുണ്ട്. ഈ രതികാമനകളെക്കുറിച്ച് എഴുതുന്നവർക്ക് കിട്ടുന്നൊരു പേരെന്ന് പറയുന്നത്, ഇപ്പോൾ പൊതുവിൽ തന്നെ നമ്മൾ ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ കോഴിക്കോടൻ സ്ലാങ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഭാഷാ സൗന്ദര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീകളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് വെടി എന്ന് പറയുന്ന വാക്കാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു വേശ്യാന്ന് ഉപയോഗിച്ചാൽ പോലും അതിനകത്ത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, അതൊരു വൈദേശിക വാക്കായിട്ട്, അന്തസ്സുള്ള വാക്കായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വെടി ശരിക്കും പച്ച മലയാളം വാക്കായിട്ടാണ് പ്രയോഗത്തിൽ കാണുന്നത്. അതെവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വെടി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടാണ് പെണ്ണിനെ ഒതുക്കുന്നത്. ഈ ഒതുങ്ങിപ്പോകുന്ന ഒരു പരിപാടി, ഈ വെടി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ഉൾക്കിടലുണ്ടല്ലോ, ഇതുകൊണ്ടാണോ ഈ വെടി എന്ന് പറയുന്ന വാക്കിന് ഇത്ര പ്രാധാന്യം കിട്ടുന്നത്? നമ്മുടെ പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷയ്ക്ക് മേലെ തന്നെ ഒരു സംസ്കൃത ഭാഷയ്ക്കൊക്കെ ഭയങ്കര വലിയ ആധിപത്യമുണ്ട്. അപ്പോൾ ആരോഗ്യമാസികയൊക്കെ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ശരീര അവയവങ്ങൾക്കൊക്കെ സംസ്കൃത പദങ്ങളാണ് പറയുക. അതെങ്ങാനും തനി കേരളീയമായിട്ടുള്ള മലയാള പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊരു അശ്ലീല പുസ്തകമായി വിവക്ഷിക്കപ്പെടും. അപ്പോൾ എപ്പോഴും ഭാഷ ഭയങ്കരമായി പ്രാദേശികവൽക്കരിക്കുകയും ലോക്കലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതെല്ലാം സാധാരണ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശ്രേണിയിൽ താഴെ കിടക്കുന്ന മനുഷ്യൻ്റെയും ഭാഷയാണ്. ബ്രാഹ്മണ്യത്തിന് അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് അതെല്ലാം ഭയങ്കര ബേ എന്നുള്ള ഭാഷയായിട്ട് തോന്നും. ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് പലതരം തെറികൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള സാധാരണ മനുഷ്യൻ്റെ, സാധാരണ ജനങ്ങളുടെ ഗ്രാമീണമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം സംസ്കൃത പദമായ വേശ്യ എന്ന് കേൾക്കുമ്പോൾ, അത്ര വലിയ ലൈംഗിക തൊഴിലാളി എന്ന് കേൾക്കുമ്പോൾ അത്ര ഒരു മാന്യതക്കുറവ് തോന്നാത്തതും, വെടി എന്ന് നമ്മളെ ഒരാൾ അഭിസംബോധന ചെയ്യുമ്പോൾ അത് വളരെ മോശമായിട്ട് തോന്നുകയും ചെയ്യുന്നത് ഭാഷയുടെ മുകളിൽ സംസ്കൃത ഭാഷകൾക്കും മറ്റേനൊക്കെയുള്ള ആധിപത്യം മൂലമാണ്. അപ്പം മുഖ്യധാരാ ഭാഷകൾ തെറിയായിട്ട് ഉപയോഗിക്കുന്നത്, ഡെറഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ മനുഷ്യൻ്റെ ഭാഷയാണ്. അല്ല, അതിൻ്റെ ഒരു ഞെട്ടൽ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലും ആ പദത്തിൻ്റെ ആ സംജ്ഞ അങ്ങനെ ആയതുകൊണ്ടും അങ്ങനെ ഒരാൾ വിളിക്കുമ്പോഴുണ്ടാകുന്ന ഞെട്ടൽ, അത് ഭയങ്കര ഹേർട്ടിംഗ് ആണ്. അത് ഏത് സ്ത്രീയെ സംബന്ധിച്ചും അത്തരത്തിലൊക്കെയുള്ള വിളികൾ ഭയങ്കര ഹേർട്ടിംഗ് ആണ്. എനിക്ക് പെട്ടെന്ന് പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിലേക്ക് പോവേണ്ടതുണ്ട്. ഈ ആത്മകഥയാണല്ലോ എഴുതിയിരിക്കുന്നത്. പൂർണ്ണ അർത്ഥത്തിൽ ആത്മകഥ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം അത്തരത്തിലൊരു തുറന്നെഴുതിയില്ലെങ്കിലും ആത്മകഥ തന്നെയാണ്. പക്ഷേ എത്ര പെർസെൻറ്റേജാണ് ഇതിന് സത്യമുള്ളതെന്നൊക്കെയുള്ളത്
നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ചിലതൊക്കെ എനിക്കും മുൻപ് എവിടെയോ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന അനുഭവങ്ങളാണ്. അതിനകത്ത് ആ തറവാട് വീട്ടിൽ 5 വയസ്സിൽ ശരിക്കും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവം ഉണ്ടല്ലോ. ആ ദുരനുഭവത്തിൽ ജെൻഡർ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആ കുട്ടി ഞാനായിരുന്നു. ആ ഓടി പത്തായത്തിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ആ സീനിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളത് അപ്പുറത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ഇന്ദുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു എഴുത്തുകാരിയുടെ ശക്തിയാണ്. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ ചില സാഹചര്യത്തിലൊക്കെ ഇന്ദു 2-3 സ്ഥലങ്ങളിൽ ശാരീരികമായിട്ട് എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്ദുവാണ് ശരിക്കും ഫേസ് ചെയ്തത്. ആ ഫേസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നായിരുന്നു അത്രയും ധൈര്യം? അല്ല, എനിക്ക് പൊതുവേ ധൈര്യം കൂടുതലാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ധൈര്യം കൂടുതലാണ്. പാമ്പിനെ പേടിയില്ല. സാധാരണ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ പാമ്പിനെ പേടിയുണ്ട്. അപ്പോൾ ഞാൻ പാമ്പിനെ ഡിസ്കോ ഡബർ ഇട്ട് തറയിലൊക്കെ കിട്ടുന്ന ടൈപ്പ്. ലേശം ഭ്രാന്തുണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരാൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എത്ര പേടി ഉണ്ടാകുമ്പോഴും ഒരു വീറ് വരാറുണ്ട്. അതിന് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ കൊല്ലംകാരിയാണ്. കാരണം ഈ ലഹള ഉണ്ടാക്കുമ്പോഴൊക്കെ ആ വരുന്ന ഒരു വീറ് എനിക്ക് ആ സൈഡിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടുത്തെ ഒരു രക്തം എൻ്റെ ഇതിലിങ്ങനെ കുതി കൊണ്ടിട്ടായിരിക്കും ആ വീറ് എനിക്ക് വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും ഇല്ലേ? ഉണ്ട്. അത് പിന്നെ അതായത് എനിക്കെപ്പോഴും തോന്നുന്നൊരു സാധനം ഇങ്ങനെ മാന്തണം തോന്നൂലേ, അതാണ് എനിക്ക് അയാളോട് തോന്നിയിട്ടുള്ളൊരു ഫീല്. എങ്ങനെയാണ് പക്ഷെ എത്ര വ്യത്യാസം ഉണ്ടെന്ന് പറയാം. ഒരു വലിയൊരു ഒരു കരടിയെ പോലെ, ഒരു നരിയെ പോലെയുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര ആചാരം. പിന്നെ നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ ആർക്കും വീറ് വരുമല്ലോ, നമ്മൾ ഉന്തിയിടുമ്പോൾ ആർക്കും വീറ് വരില്ലേ. അങ്ങനെയൊക്കെ കിട്ടിയ ഒരു ധൈര്യമായിരുന്നിരിക്കാം. പക്ഷെ ആ തറവാടിലെ ഇരുട്ട് വീഴുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് എവിടെയോ കണ്ട് പരിചിതമായിട്ടുള്ള ഒരിടം പോലെയാണ്. ഒരു പക്ഷെ തനിയാവർത്തനം പോലുള്ള സിനിമയിലൊക്കെ ഞാൻ ആ തറവാടിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് വീർപ്പുമുട്ടലോടെ പുറത്തു വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ ഒരു ഈറ്റില്ലമായിരുന്നു ആ തനിയാവർത്തനത്തിലെ വീട്. അതുപോലെ ആയിരുന്നു ഇതിനകത്ത് പെട്ടുപോയ ഒരു ഇന്ദുവിനെ എനിക്ക് തോന്നിയത്. അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കും ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. തനിയാവർത്തനത്തിൽ ഭ്രാന്ത് വരുന്ന ആളല്ലേ. എൻ്റെ അമ്മാവൻ ഭയങ്കര നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു. ഭയങ്കര സുന്ദരനായ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് മമ്മൂട്ടിയേക്കാൾ സുന്ദരനായ ആളായിരുന്നു എൻ്റെ ശീമാമ. പക്ഷേ എൻ്റെ ശീമാമയ്ക്ക്, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ശീമാമയ്ക്ക് കടുത്ത സ്കിസോഫ്രീനിയ വന്നു. അപ്പോൾ തനിയാവർത്തനത്തിലെ വീടൊന്നും വീടല്ല, അതിലേക്കും അപ്പുറത്ത് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനുള്ള ഒരു വീടാണത്. ഇപ്പോൾ തനിയാവർത്തനമായി തോന്നുന്ന സാമ്യതയിൽ ആ ഭ്രാന്ത് ഭയങ്കര. എൻ്റെ മാമൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് അദ്ദേഹം ഇങ്ങനെ ആ ഇരുട്ടിൽ, ആ മുറിയിലൊക്കെ അദ്ദേഹം ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലെയും ഇരുട്ടുകളിൽ, എല്ലാ വീടുകളിലെയും തണുപ്പുകളിൽ, മറകളിലൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒരുപാടുണ്ട്. എല്ലാ വീടുകളിലും ഒരു തനിയാവർത്തന വീടുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ പൊത്തിപ്പിടിക്കുന്നതായിരിക്കാം, മറച്ചു പിടിക്കുന്നതായിരിക്കാം. പക്ഷെ ഞാനങ്ങനെയല്ല. ഞാൻ ഭയങ്കര കവിത ഭ്രാന്ത് പിടിച്ചപ്പോഴാണ് എൻ്റെ അമ്മാവൻ കവിത എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഭ്രാന്ത് പിടിച്ച് കവിത എഴുതുന്ന ഒരാളാണ് എൻ്റെ അമ്മാവൻ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന രീതിയിലേക്ക് ഞാൻ അതിനെ എനിക്കങ്ങനെ ഒരു ആഹ്ലാദം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീടുകൾ എനിക്ക് തോന്നുന്നത് രജനീഷിൻ്റെയും എൻ്റെയും മാത്രം വീടുകളല്ല. ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും വീട്ടിൻ്റെ ഉള്ളിൽ അവർ മറച്ചു വെച്ചതോ അദൃശ്യം ചെയ്തതോ ആയിട്ടുള്ള അത്തരത്തിലുള്ള വീടുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഇരകളാക്കപ്പെടുന്നത് ആ വീടുകളിലെ കുട്ടികളും സ്ത്രീകളുമാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ ഇതിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അനുഭവം എഴുതിയത്? എൻ്റെ അമ്മയോട് പോലും പറയാത്ത ഒരു അനുഭവം ഈ 38-ാം വയസ്സിൽ അല്ലെങ്കിൽ 40-ാമത്തെ വയസ്സിൽ എഴുതാനുള്ള ധൈര്യം എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, വളരെ സ്വതന്ത്ര ചിന്താഗതിയും സ്നേഹവും കരുണയും ഒക്കെയുള്ള പാരൻസിൻ്റെ മകളായിട്ട് പോലും എനിക്ക് നേരിട്ട ആ ഒരു ഉപദ്രവം, ഒരു അബ്യൂസ് എനിക്ക് എൻ്റെ അമ്മ മരിക്കുന്നത് വരെ പറയാൻ എനിക്ക് അമ്മയോട് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ ടോക്സിക്കായ പാരൻറ്റിങ് അനുഭവിക്കുന്ന, പ്രതിസന്ധിയിൽ ഉഴലുന്ന കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പാരൻസിനോട് തങ്ങൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ പറയുക?
അങ്ങനെ പറയുമ്പോൾ കുട്ടി ചീത്തയാണ്, കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടി എന്തോ ചെയ്തിട്ടാണ്, ഒറ്റയ്ക്ക് നടന്നിട്ടാണ്, കുട്ടി ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അത് കുട്ടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു മാനം അതിലുള്ളത് കൊണ്ട് അത് ലോകത്തോട് പറയണം എന്നുള്ളത് കൊണ്ടാണ് മറച്ചു വെക്കേണ്ടതും ഒളിച്ചു വെക്കേണ്ടതുമായ എൻ്റെ ജീവിതത്തിലെ ആ ഒരു ദുരനുഭവത്തെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നുകൂടെ ഉള്ളത്, ഇപ്പോൾ കുട്ടികളെ ആക്ഷേപിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് മറ്റൊരു അനുഭവം ഉള്ളത്, ഫ്ലവേഴ്സ് ടി വിയിലൊക്കെ ശരിക്കും പറഞ്ഞിരുന്ന ഒരു അനുഭവമാണ്. ആ ഒരു കുട്ടിയുടെ തുറന്നു പറച്ചിലുണ്ടായിരുന്നു. ആ കുട്ടിയെ ശരിക്കും ആ കുട്ടിയിലേക്ക് നീണ്ടു വന്ന കൈകൾ അയാളുടെ അച്ഛൻ്റേതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏത് കുട്ടികളെക്കുറിച്ചാണ്, ഇല്ലെങ്കിൽ ആരെയാണ് സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ച് പോകുന്നതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മളെല്ലായിടത്തും സ്ത്രീകളെ കുറ്റം പറയും. ആ സമയത്ത് അവിടെ എന്തിനാ പോയത്, അസമയത്ത് അവിടെ എന്തിനാ പോയത്, ക്ലീവേജ് എന്തിനാ കാണിച്ചത്, ഈ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി എന്ത് തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടാണ് ഈ അച്ഛൻ മകളെ അങ്ങനെ ആഗ്രഹിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തിനാണ്, അതോ അമ്മയെ മറികടന്ന് അമ്മ കൂടെ കിടക്കുന്ന സ്ഥലത്താണ് ആ കുട്ടി ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അത് അമ്മ തിരിച്ചറിയാതെ പോകുന്നു. ആ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് എൻ്റെ ടീച്ചറിൻ്റെ അനുഭവമാണ്. ടീച്ചർ അത് നമുക്ക് ഫ്ലവേഴ്സ് ടി വിയിൽ നോക്കിയാൽ ടീച്ചറിൻ്റെ പേരടിച്ചാൽ ആ അനുഭവം കാണാൻ കഴിയും. അച്ഛനാകുമ്പോഴും പുരുഷനാണ് എന്നുള്ളത് കൊണ്ടായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുക. പരിണാമപരമായിട്ട് അല്ലെങ്കിൽ നരവംശാസ്ത്രപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും മൃഗീയമായ ഒരു ചോദന ആന്തരികമായി ഉറങ്ങിക്കിടപ്പുണ്ട്. ചില മനുഷ്യർ ചിന്തിച്ചും വായിച്ചും സഹജീവികളോട് ഉള്ള അലിവ് കൊണ്ടും സ്നേഹം കൊണ്ടും സ്വയം പരിണമിച്ച് മാറി തൻ്റെ കൗണ്ടർ പാർട്ടായ സ്ത്രീയോട് ഒരു സമവായത്തിൽ എത്തുന്നതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ അവസരം, കൃത്യമായ സന്ദർഭമൊക്കെ വരുന്ന സമയത്ത് പലർക്കുള്ളിൽ നിന്നും ഈ മൃഗം അറിയാതെ വെളിക്ക് ചാടുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ പിന്നെ ചെറിയ കുഞ്ഞിനെ താലോലിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ക് കുറുക്കി കൊടുക്കേണ്ട കൈകൊണ്ട് ആ കുഞ്ഞിനെ മോശമായിട്ട് സ്പർശിക്കാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പരിണാമപരമായ വ്യത്യാസമാണ് ആ ലൈംഗിക ചോദനയോടുള്ള എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിൽ, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ, ഇപ്പോൾ അതിപ്പോൾ എൻ്റെ മകനാണെങ്കിലും ഏത് ചെറിയ കുട്ടിയുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു ചോദനയുണ്ട്. അതിനെ നമ്മൾ നിൻ്റെ ചോദന ഇതാണ്, നീ ആകാൻ സാധ്യതയുള്ളത് ഇതാണ്, നിനക്ക് എളുപ്പവും ഇതാണ്, പക്ഷെ നീ ആകേണ്ടത് ഇങ്ങനെയല്ല, നീ ഒരുപാട് പരിശ്രമിച്ച് നീ മാറേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള പാഠങ്ങൾ അമ്മമാർ തങ്ങളുടെ ഇനിയുള്ള കാലത്തുള്ള ആൺകുട്ടികൾക്കെല്ലാം എങ്കിലും കൊടുക്കേണ്ടതുണ്ട്. ഈ ചൈൽഡ് അബ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന വിവരങ്ങളാണ്. 99%, ഇല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഏറെക്കുറെ ഉള്ള പെർസെൻറ്റേജിലും ആ കുട്ടിയെ അറിയാവുന്നവരാണ് അബ്യൂസ് ചെയ്യുന്നത്. ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ മുതിർന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്, രക്ഷപ്പെടാത്തത് എന്താണ്, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ, നിലവിളിക്കാമായിരുന്നില്ലേ, ഇത് ആദ്യത്തെ ആളെ തടഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് സംഭവിക്കുമായിരുന്നില്ലേ. ഈ മെൻ്റൽ ട്രോമയെക്കുറിച്ചുള്ള ശരിക്കുള്ളൊരു ബോധം ഇല്ലായ്മയാണോ നമ്മുടെ ഈ സിസ്റ്റംസിനെ കൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ നമ്മൾ നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത്? ഇപ്പം നമ്മുടെ കോടതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ട് നമ്മളൊരു കേസിന് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾക്ക് അന്താളിപ്പാവും. അല്ല, ശരിക്കും ഞാൻ ഈ എന്നെ ഉപദ്രവിച്ച ആളുടെ ഞാനാണോ ഉപദ്രവിച്ചത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രൊസീജിയറുകളും വിചാരണകളും കാലവിളംബങ്ങളും നമ്മൾ കടന്നുപോയ ട്രോമകളിലൂടെയെല്ലാം ഓരോ വിചാരണ ദിവസവും നമ്മൾ ആ അന്ന് സംഭവിച്ച ആ ദിവസം നമ്മുടെ ഉള്ളിലൂടെ പോകും.
നമ്മൾ അതിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഭയങ്കര അസ്വസ്ഥരാകും. ഇത് ഒരുപാട് കുട്ടികളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആരോടെങ്കിലും ഞാൻ നിയമപരമായി നിങ്ങൾക്ക് പോയി കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കാൻ എനിക്ക് ധൈര്യം തോന്നാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഇതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ പുരുഷന്മാരുടെ കയ്യിലും ഒരു പൊട്ടൻഷ്യൽ പീഡകനുണ്ട് എന്നുള്ളതാണ്. അപ്പം അവന് ഭയങ്കര പേടിയാണ്, നാളെ എനിക്ക് നേരെ ഉയരാൻ പോകുന്ന ഒരു വാളാണ്, എനിക്ക് നേരെ ഉയരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ ഒരു സ്വയം സഹായക സംഘം എന്നൊക്കെ പറയുന്ന മാതിരി എപ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കും. അങ്ങനെ ന്യായീകരിക്കുന്നവരുടെ എല്ലാം പുറകിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളുടെ ഇതുവരെയുള്ള ഒരു പുരുഷന്മാരെ കുറ്റം പറയുന്നതല്ല, എനിക്ക് പുരുഷന്മാരെ വലിയ ഇഷ്ടമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷേക്ക് ഹാൻഡിൽ പോലും കാമം കലർത്തുന്ന പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കടന്ന പ്രയോഗമായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയുള്ള കോഴികളുണ്ടെന്നേ. അല്ല, സത്യമായിട്ടും പറഞ്ഞു, ഞാൻ നോണ പറഞ്ഞൊന്നല്ല. അല്ല, എന്താണെന്നറിയോ, ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്ക് ബസ്സിൽ നിന്ന് ഒരാൾ നമ്മളെ സ്പർശിച്ചാൽ നമ്മളുടെ ആദ്യത്തെ കൺഫ്യൂഷൻ, അയ്യോ ഇയാൾ അറിയാതെ തട്ടിയതാണോ. നമ്മളൊരു 100 തവണ 200 തവണ പിന്നെയും അറിയാതെ തട്ടിയതാണോ. എല്ലാ സ്ത്രീകളുടെയും തലയുടെ ഉള്ളിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ചില ആൾ വളരെ വളരെ ഗിരിരാജ കോഴിയായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യും. അത് സത്യമാണ്. എല്ലാവരും അങ്ങനെയൊന്നും അല്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. കുറച്ച് വേറൊരു സംശയങ്ങളുണ്ട് എനിക്ക്. അതായത് ഇതിനകത്ത് ഒരു സീനിൽ കോഴികൾ അരി തിന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ അരി തിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന് വായിച്ചു തരുമോ? അത് ഇവരൊക്കെ ചിരിക്കൂല ഇപ്പോൾ. എങ്ങനെ ഇങ്ങനെയാ കോഴി അരി തിന്നുക? അത് നിങ്ങളുടെ അവിടുത്തെ കോഴികൾ എങ്ങനെ അരി തിന്നാൻ എനിക്കറിയില്ല. ഇപ്പം ഞാൻ എഴുതുന്ന എല്ലാ പുസ്തകങ്ങളിലും ഇപ്പോൾ പിന്നെ ഈ കണ്ണാടി വിശ്വനാഥനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ണാടി വിശ്വനാഥൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നത്. CID മൂസയൊക്കെ വന്ന മൂപ്പരൊരു കഥയിലുള്ളൊരു ചെറുപ്പത്തിൽ ഞാൻ വായിച്ചതാ. അതിലുള്ളൊരു സാധനമുണ്ട്, ഭീകരജീവി ഗർജിച്ചു ഇങ്ങനെയാണോ? ഈ ആള് ഒരു വലിയ പാറയുടെ മുകളിൽ വീണു, അപ്പോൾ ഉണ്ടായ ശബ്ദം ഡമാർ, വെള്ളത്തിൽ വീണു പ്ലതാഷ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു സാധനം ശരിക്കും ഈ ഇങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ ഇപ്പോഴും എൻ്റെ ഒരു ലോകത്തെ കാണുന്ന കാഴ്ചയിൽ നിറവും ഗന്ധവും മാത്രമല്ല ശബ്ദവും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാധനം വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ദുവിന്റെ മക്കളെ വിളിച്ചിരുന്നത് ശരിക്കും ചില ശബ്ദങ്ങൾ കൊണ്ടാണ്. അതൊന്ന് അനുകരിക്കാവോ? അത് എങ്ങനെയല്ല, എൻ്റെ അച്ഛൻ എന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ മുതൽ, എൻ്റെ അച്ഛൻ ഒരു ഭാഗവതരാണ്, അപ്പോൾ മൂപ്പർ എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ ഉണ്ടായപ്പോഴും ഞാൻ അവർക്കൊക്കെ ഇങ്ങനെ പേരിട്ടു. ഇതാണ് എൻ്റെ ഈ ശബ്ദം ഉണ്ടാക്കിയ എൻ്റെ കുട്ടി എവിടുന്ന് അഴിഞ്ഞു വരുമായിരുന്നു. എൻ്റെ കുട്ടിക്ക് അറിയായിരുന്നു ഈ പേരാണെന്ന്. പിന്നെ രണ്ടാമത്തെ ചെക്കന് ഉണ്ടായപ്പോൾ അവനെ ഞാൻ വിളിച്ചിരുന്നത് ഇങ്ങനെയാ. ഈ രണ്ട് ശബ്ദങ്ങൾ കേട്ടാലും ഈ കുട്ടികൾ ഇതവരുടെ ലല്ലബി ID എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഷില്ലോങ് അവിടെ പോയപ്പം അവിടുത്തെ കുന്നിൽ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ എല്ലാ മനുഷ്യർക്കും ലല്ലബി ID ഉണ്ട്. ജനിക്കുമ്പോൾ കിട്ടുന്ന ഈണങ്ങളുടെ ഒരു താരാട്ട് പേരും മരിക്കുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പേരും. അത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഇതേപോലെ ഒരുമാതിരത്തെ പേരൊക്കെയാണ് അവർ, നമുക്ക് വിളിക്കാൻ പറ്റൂല. ക്ലിക്ക് ലാംഗ്വേജ് ചില ആഫ്രിക്കൻ ഗോത്രങ്ങളുടെ ഇടയിലുണ്ട്. ക്ലിക്ക് ലാംഗ്വേജ് അങ്ങനത്തെയൊക്കെ ഭാഷ പറയും. നമുക്കതൊന്നുമില്ല, ഗ്ലോട്ടലും ക്ലിക്കൊന്നും നമ്മുടെ ഭാഷകളിലില്ല. അപ്പോൾ അവർ ഒരു വീഡിയോ ഒക്കെ കാണാം, ചില ആളുകളോട് പേര് ചോദിക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധതരം ശബ്ദങ്ങളുമൊക്കെയായി ചേർന്നിട്ടുള്ളതാണ് ശരിക്കുള്ള മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാര്യത്തിൽ പെട്ടെന്ന് പോവേണ്ടതുണ്ട്. ഈ എൻ്റെ കഥ എൻ്റെ ആണുങ്ങളുടെയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഇന്ദുവിൻ്റെ കുറേ പ്രേമക്കാരെ പ്രതീക്ഷിച്ചു. ഇന്ദുവിൻ്റെ പ്രണയങ്ങളെ തുറന്നെഴുതുന്ന ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പുസ്തകം എടുത്തത്. അപ്പോഴാണ് ആമുഖത്തിൽ തന്നെ ഇന്ദു അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് അത്തരം പുരുഷന്മാരൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഒരു പ്രേമം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടും നിർത്തും.
അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതങ്ങനെയല്ല, എല്ലാ പ്രേമവും തേഞ്ഞിട്ട് എൻ്റെ അല്ലോ എനിക്ക് ഇതല്ലെങ്കിൽ എന്തിനാണ് ഇപ്പം നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് ഈ പ്രേമത്തിന് വേണ്ടിയിട്ട്? ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കൂടുതൽ പൈസ, ഏറ്റവും കൂടുതൽ എനർജി വേണ്ട ഒരു ജോലി ഏതാന്ന് ചോദിച്ചാൽ പ്രേമാണ്. ഞാനെപ്പോഴും മാധവിക്കുട്ടീനൊക്കെ കളിയാക്കാറുണ്ട്. ഇങ്ങനെയാണ് ഇഷ്ടം. 72 വയസ്സിൽ എൻ്റെ കൃഷ്ണ ഒരുമാതിരത്തെ ടൈമാട്ടോ നിങ്ങൾക്ക്. പക്ഷേ ഏത് മനുഷ്യൻ്റെ ഉള്ളിലും എത്ര പ്രേമത്തോടെ ഒരു വിരക്തി തോന്നിയാലും ഒരു കാലത്ത് എനിക്ക് അവസാനം പ്രേമമൊക്കെ ഒന്ന് കേട്ടാൽ എന്നെ വെടിവെച്ച് കൊന്നാൽ ഞാൻ പ്രേമിക്കൂല എന്ന അവസ്ഥയിലെത്തിയ ഞാൻ. പക്ഷേ ഈ ഏത് ഉണക്കമരവും നല്ല മഴയൊക്കെ കൊണ്ടാൽ തളിർക്കും എന്നൊക്കെ പറഞ്ഞാൽ ലേശം ഒരാളെയൊക്കെ കാണുമ്പോൾ ഒരു പ്രേമം തോന്നുന്ന മനസ്സെനിക്കുണ്ട്. അല്ല, ഇതിപ്പോ ശരിക്കുമുള്ള കഥയാണല്ലോ. അത് ശരിക്കുള്ള കഥയാണ്. എനിക്ക് ഒരുത്തരോട് പ്രേമം തോന്നാൻ പാടൂലേ? ഉള്ള ആളോട് തന്നെയാണ് ഉള്ള ആളോട് തോന്നുന്നത്. പക്ഷെ ഓനെ അറിയോന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് ഇതിന്റെ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. അങ്ങനെയല്ല, എനിക്ക് ഒരു റൈറ്റർ, 2 തരം സ്വത്വങ്ങളാണ് എനിക്കുള്ളത്. വളരെയധികം മര്യാദയിൽ ഒരു ഓഫീസിൽ ജോലിക്ക് പോയി കുട്ടികളെ വളർത്തി വീട്ടിൽ ഹോസ്പിറ്റൽ രാജകുമാരനായ അച്ഛൻ്റെ അപ്പിയും തീട്ടും ഒക്കെ കോരി ഭയങ്കര ട്രൂലി പ്രാക്ടിക്കലായ ഒരു ജീവിതം. ഗോത്രങ്ങളുടെ ഇടയിൽ ജോലി ചെയ്ത് തളർന്ന് വൈകുന്നേരം വരുന്ന അതൊന്ന്. വേറൊന്ന് ഭ്രാന്ത് പിടിച്ചൊരു റൈറ്റർ. അപ്പം എൻ്റെ ഈ ജീവിതത്തിൽ ഒരു സ്ത്രീ എന്ന് തോന്നുന്ന പ്രേമം, ഒരു പ്രേമത്തെ അതിനെ ഞാൻ എൻ്റെ മറ്റേ റലത്തിൽ, എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് നന്നായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ആ പ്രേമത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ഞാനൊരു കുട്ടിയെ കാണാൻ പോവുകയാണ്. ഒരു കുഞ്ഞിനെ, പുതിയതായി പ്രസവിച്ച ഒരു കുഞ്ഞിനെ കാണാൻ പോയിട്ട് ആ കുഞ്ഞിനെ തൊടുമ്പോൾ ഞാൻ ആ പ്രേമത്തെക്കുറിച്ചും എനിക്ക് പ്രേമം തോന്നിയ ആ പുരുഷനെക്കുറിച്ചും ഞാൻ ആലോചിക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ മുടി പൊടിച്ച് വരുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ ഒരു വയസ്സൻ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ഈ മാവ് അയ്യോ മുത്തശ്ശനായല്ലോ എന്ന് പറഞ്ഞ് തട്ടുമ്പോൾ ആ പ്രേമത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്ന മാത്രയിൽ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പം അതിലിങ്ങനെ പൊടര് പൊട്ടിയിട്ടുണ്ട്, പച്ച പൊടര് പൊട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ വറ്റിയ കിണറിൽ ഈ പ്രേമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ജലം നിറഞ്ഞു വരുന്നത് ഞാൻ കാണുന്നു. പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പ്രേമിക്കപ്പെടുന്ന വ്യക്തി പോലും അറിയണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പിന്നെ ദാമ്പത്യമൊക്കെ തേഞ്ഞ് കോഞ്ഞാട്ടയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രേമമൊക്കെ ഹൈ റിസ്ക്. ഈ ദാമ്പത്യത്തെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ പ്രേമിക്കുന്നവൻ്റെ സ്വരം കേട്ടുണരാൻ കഴിയുന്ന ഒരു കോൺട്രാക്റ്റാണ് വിവാഹം എന്നാണ്. അത്രയ്ക്ക് സുഖകരമാണോ ദാമ്പത്യം? അത് പ്രേമിക്കുമ്പോൾ തോന്നിയത് അങ്ങനെയാണെന്നല്ല എഴുതിയത്. ദാമ്പത്യം പാമ്പ് പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. ദാമ്പത്യം പാമ്പ് പോലെയാണ്, കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എപ്പോഴാണിത് കടിക്കുക, എവിടെയാണിത് കടിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നല്ല ദാമ്പത്യങ്ങളുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പ്രേമിച്ച് നല്ല, എൻ്റെ അമ്മായി അച്ഛനും അമ്മയൊക്കെ വളരെ നന്നായി ജീവിക്കുന്ന. എൻ്റെ പ്രേമമല്ലേ ഇനി ദാമ്പത്യം അത്ര നല്ലതാണോയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, നല്ല ഭർത്താവൊന്നും അല്ല. ഈ ഭർത്താവിൻ്റെ വാക്കകത്തുനിന്ന് വെടിയെന്ന് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ, ഇത് നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ്. അത് ചെറിയ കുട്ടിയെന്ന് ഞാനെന്ന് എനിക്ക് ഇന്ന് 10-26 വയസ്സുള്ളൂ. ഇപ്പോൾ ഒക്കെ പറഞ്ഞാൽ ആണോ ഠോ ഠോ എന്ന് ഞാനിങ്ങനെ ശബ്ദം ഒരു വേണമെങ്കിൽ അതിനൊരു ബിറ്റ് വായിച്ചു കൊടുക്കുക, എന്തെങ്കിലും ബിറ്റ് വായിക്കണോ, ഒരു ഇലക്ട്രിക് ഗിറ്റാർ വായിക്കണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ശക്തിയും ആർജവവും ധൈര്യവുമുള്ളൊരു സ്ത്രീയാണ് ഞാൻ. ഏതെങ്കിലും ഒരുത്തം വെടിയെന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് ചുക്കാണ്, അതിപ്പോൾ എൻ്റെ ഭർത്താവല്ല, ഏതൊരുത്തം വിളിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്ന് പറയാനുള്ള ധാർഷ്ട്യവും എന്ന് പറയാനുള്ള പ്രൈഡുമുള്ള സ്ത്രീയാണ് ഞാൻ. പക്ഷേ എഴുത്തിൽ ഇത്രയും ശക്തി ഉള്ളപ്പോഴും ഈ ശരിക്കും പേഴ്സണൽ ലൈഫിൽ ഇത്രയും ശക്തി ഉണ്ടോ? ശരിക്കും ഒരു കുലമഹിമയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സല്ലേ ഇന്ദുവിന് ഇപ്പോഴും ഉള്ളത്? എന്ത് കുലമഹിമ, ഒരു തേങ്ങയില്ല. അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെന്താ ഇത്രയും പ്രണയങ്ങളൊക്കെ ഉണ്ടാവാത്തതിന്റെ കാരണം എന്താണ് ഇന്ദു? എൻ്റെ ദൈവമേ, ഇതെന്ത് പ്രേമരോഗം ഒന്നും കൊണ്ട് നടക്കാൻ പറ്റൂല. ഇത് ഞാനൊരു വികാരജീവി അല്ല, ഞാനൊരു വിവേകജീവിയാണ്. അതുകൊണ്ടാണ് പ്രേമിക്ക നല്ല സുഖല്ലേ, പ്രേമിച്ച നല്ല സുഖല്ലേ. എന്മാര് മോട്ടറാക്കും ഇങ്ങനെ വിളിച്ചിട്ട് ആയി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചിലപ്പോൾ അന്ന് ഏറ്റവും മോശമായിരിക്കും നമ്മൾ. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ആഹ്ലാദം തരുന്ന സാധനമാണ്. പക്ഷെ അതിന് നമ്മൾ കൊടുക്കേണ്ട വില ഭയങ്കരമാണ്, വില ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ട്
ഇതാ സമയം അതാ. ആ വില ഭയങ്കര ആയതുകൊണ്ട് ആണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല, വിവേകം കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ എഴുത്തിൽ ഭ്രാന്ത് പിടിച്ച ഉന്മാദമുള്ള നട്ടഭ്രാന്തുള്ള ടൈപ്പ് വികാരജീവിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ലൈഫിൽ ഐ എം എ വെരി പ്രാക്ടിക്കൽ ഡിസിപ്ലിൻഡ് ബീയിങ്. പക്ഷേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചാണ്. ഇന്ദു അതാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഓട്ടോബയോ ഒരു ശരിക്കും ഒരു ആത്മകഥയാവുമ്പോൾ ആ അംശത്തിലായിരിക്കും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിലുള്ള എത്ര ശതമാനം തുറന്ന് എഴുതിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ എത്ര ശതമാനം കൂടെ ഇനി പുറത്തു വരാനുണ്ട്? അല്ല, ഇതിനകത്ത് എഴുതിയ എല്ലാ സാധനങ്ങളും സത്യ. ആളുകളുടെ പേരുകളും സ്ഥലങ്ങളും മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കാരണം എനിക്ക് മനുഷ്യരെ ഹേർട്ട് ചെയ്യാൻ വയ്യ. മനുഷ്യർക്ക് വിഷമം ഉണ്ടാകുന്ന, മുറിപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോൾ കൂടെ മുറിപ്പെടുന്ന തരത്തിലുള്ള ഒരു വാർദ്ധക്യം എനിക്ക് ബാധിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പിന്നെ ആളുകൾ നേടുന്ന ഒരു നിരാസം, നിർമ്മമത, ജീവിതത്തോടുള്ള അലിവ്, ജീവിതത്തോടുള്ള കാരുണ്യം, ഇതൊക്കെ എനിക്ക് ഈ ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് ഭവിച്ച്. അതുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആളുകൾക്ക് മുറിവുണ്ടാവരുത്. ഈ അഹങ്കാരിയും തൻ്റെ ഇടയെന്നൊക്കെ വിളി കേൾക്കുമ്പോഴും സത്യത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു നോളജ് ഉണ്ട്. ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ ഒരു ഇന്ദു, ഇതൊരു 23 വയസ്സിൽ ഇന്ദുവിന് കിട്ടിയായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഞാൻ എൻ്റെ 7 വയസ്സും വരെയുള്ള 8 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അധ്യായങ്ങൾ ഇതിൽ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. എനിക്ക് ഇനിയും എഴുതാനുണ്ട് കുറേ. തീർച്ചയായിട്ടും അത് തുടർന്ന് എഴുതുക. എന്നിട്ട് ഇവരുടെയൊക്കെ അക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും കിട്ടും. കുറേ പേരൊക്കെ ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിക്കണം. അതിനുള്ള തുറന്നെഴുത്തുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കൂടുതൽ എക്സ്പോസ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ കഥകൾ പറയാൻ പറ്റാതെ പോയതാണ്. എന്തായാലും ഇന്ദുവിൻ്റെ തുറന്നെഴുത്ത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പലയിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദുവിനോടൊപ്പം ഇന്ദുവിൻ്റെ മനസ്സുമായിട്ടാണ് ഞാനിത് വായിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വായന അനുഭവമായിരുന്നു. ഇന്ദുവിന് നന്ദി ഈ തുറന്നെഴുത്തിന്. താങ്ക് യു. ഇതിൽ നിങ്ങൾ ഓരോരുത്തരുണ്ട്, നിങ്ങൾ ഓരോ മനുഷ്യരുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കടന്നു പോയിട്ടുള്ള സമയവും സന്ദർഭവും വിഷമവും സന്തോഷവും പ്രേമവും ഒക്കെ ഉണ്ട്. എല്ലാവരും വായിക്കണം. താങ്ക് യു.